കേരളത്തിൽ ഉൾപ്പെടെ കൗമാരക്കാരെ കൊന്നുറക്കിക്കൊണ്ടിരുന്ന ഒരു ഗെയിം. ഒരു പക്ഷേ ഇത് വീട്ടുകാരോ ഈവൻ സൈബർ സെൽ പോലീസോ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ കേരളത്തിൽ ഏകദേശം 1000-ഓളം പേർ ഈ ഒരു ഗെയിമിന് അഡിക്റ്റായി മരിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് നോക്കാം ലോകത്തെ തന്നെ ഞെട്ടിച്ച ദി വൺ ആൻഡ് ഓൺലി ബ്ലൂ വെയിലിനെ പറ്റി. 2013 റഷ്യയിലുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു ഗെയിം ഡെവലപ്പ് ചെയ്യുകയാണ്. ആ ഒരു ഗെയിം ഡെവലപ്പ് ചെയ്തതും ആരും അറിഞ്ഞിട്ടില്ല. ആ ഗെയിം ഇൻ്റർനെറ്റ് വഴി, ഫേസ്ബുക്ക് വഴി, പരമാവധി ജിമെയിൽ, യാഹു എന്ന് പറയുന്ന പല സൈറ്റ് വഴി പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. ആ ഗെയിമിൻ്റെ ഔചിത്യം എന്ന് പറയുന്നത് 50 ലെവലിൽ, ആ ഒരു 50 ലെവലിൽ ലാസ്റ്റ് കഴിഞ്ഞ് വരുന്നവർ വിജയ് എന്നാണ്. അതിൽ തുടക്കം മുതലേ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് തന്നെ ചെറിയ ടാസ്കുകൾ കൊടുത്ത് ആൾക്കാരെ കയ്യിലെടുക്കുക എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ ലെവലായിട്ട് പറയുന്നത് സെൽഫി എടുക്കുക, വീട്ടുകാരായിട്ടൊന്ന് ഹാപ്പി മൊമെൻറ്റ് ആ ഒരു ക്യാപ്ചർ ചെയ്യുക. അങ്ങനെയാണ് ഫസ്റ്റ് ഘട്ടം പോകുന്നത്. പോകെ അത് ആത്മഹത്യയിലോട്ട് തന്നെ കൊണ്ടെത്തിക്കുകയാണ്. 50ാമത്തെ ലെവൽ കഴിയുമ്പോൾ ആ ഒരു ഗെയിം കളിക്കുന്ന പലരും ജീവനോടെ തന്നെ ഇല്ലാതാവുക. ഈ ഒരു ഗെയിം എങ്ങനെ തുടങ്ങി, ആര് തുടങ്ങി, അതാണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. ഫിലിപ്പിൻ ബുട്ടേക്ക് എന്ന് പറയുന്ന പയ്യൻ ഡിപ്രഷൻ അടിച്ച് അങ്ങ് അറ്റം പറ്റിയിരിക്കുമ്പോൾ ഒരു ഗെയിം ഡെവലപ്പ് ചെയ്യാൻ. ആ ഒരു ഗെയിം കളിക്കുന്നവരും തന്നെ പോലെ ഡിപ്രസ്ഡായി തന്നെ ഇരിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ള ഫോക്കസ് എന്ന് പറയുന്നത്. എന്തിന് താൻ ഇങ്ങനത്തെ ഒരു ഗെയിം പഠിച്ച വിട്ടു എന്ന് പലരും ചോദിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞ ഒരേ ഒരു കാര്യമാണ്, ഭൂമിക്ക് ഭാരമായിട്ടിരിക്കുന്നവരെ അങ്ങ് സ്വർഗത്തിലോട്ട് അയക്കുക എന്നുള്ളതാണ്. കാരണം അവരിവിടെ ഡിപ്രസ്ഡായിട്ട് ഇരുന്നിട്ട് ഒന്നും ചെയ്യാനില്ല. എന്നാൽ ഈ ഒരു ഗെയിം നിർമ്മിച്ച ആൾ തന്നെ ഒരു സമയത്ത് ഡിപ്രസ്ഡ് അടിച്ച് അങ്ങേയറ്റം പോയിട്ട് കയറി വന്നാണ് ഈ ഒരു ഡെവലപ്മെൻ്റ് ആയിട്ട് ഈ ഒരു ഗെയിം തന്നെ ഉണ്ടാകുന്നത്. എന്നാൽ ഇതെങ്ങനെ ഇന്ത്യയിലോട്ട്, കേരളത്തിലോട്ട് എത്തി, അതാണ് അടുത്ത ഫാക്റ്റായിട്ട് പറയുന്നത്. 2013 വികസിപ്പിച്ച ഈ ഒരു ഗെയിം 2016 ആയപ്പോൾ ഏകദേശം 100 കണക്കിലുള്ള കൗമാരക്കാരെ ഈ ഒരു ഗെയിം കൊന്നു കളഞ്ഞെന്നുള്ളതാണ് മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത്. ഏകദേശം 3 വർഷത്തോളം എടുത്തു ഈ ഒരു ഗെയിമിനെ പറ്റിയിട്ട് അധികൃതർ മനസ്സിലാക്കാനുള്ളത്. ആരും തന്നെ ഇതിൻ്റെ സീരിയസ്നെസ് ആയിട്ട് എടുത്തിട്ടില്ലെന്നാണ് മറ്റൊരു ഫാക്റ്റായിട്ട് പറയുന്നത്. എങ്ങനെ ഇത് കേരളത്തിലോട്ടിട്ട് 2016 ആദ്യമായിട്ട് കേരളത്തിൽ ഈ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആ ഒരു കേസിൽ ആ ഒരു പയ്യൻ മരിച്ചതിന് ശേഷം ആ പയ്യൻ്റെ കയ്യിൽ കാണുന്നത് തന്നെ ഒരു ബ്ലൂ വെയിൽ, ഒരു തിമിംഗലത്തിൻ്റെ ടാറ്റു പോലെ കയ്യിൽ കോമ്പസിട്ട് കുത്തി വരച്ചിരിക്കുന്നതാണ് കാണുന്നത്. ഇത് എന്താണെന്ന് ആൾക്കാരിങ്ങനെ കൺഫ്യൂസ് അടിക്കുമ്പോഴാണ് ഈ ഒരു ഗെയിമിനെ പറ്റി ഒരു തരംഗമായിട്ട് തന്നെ വരുന്നത്. പിന്നീട് അന്വേഷിച്ചപ്പോൾ ആ ഒരു ഗെയിം കംപ്ലീറ്റ് ചെയ്ത ആരും തന്നെ ജീവനോടെ ഇല്ലെന്നുള്ളതാണ് മറ്റൊരു ഫാക്റ്റായിട്ടും പറയുന്നത്. 50ാമത്തെ ലെവൽ വരെ എത്തുന്ന ഈ ഒരു ഗെയിമിന് 50ാമത്തെ ടാസ്ക്കായിട്ട് പറയുന്നത് സൂയിസൈഡ് എന്ന് ഉള്ള ഒരേ ഒരു ഓപ്ഷനാണ്. അത് ചെയ്തില്ലെങ്കിൽ തങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ വെച്ച് നല്ല രീതിയിൽ ടോർച്ചർ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ആളുകളെ ഇങ്ങനെ ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു ഗെയിം എങ്ങനെ അവസാനിച്ചു എന്ന് നോക്കാം. 2016 കേരളത്തിൽ ഈ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞ് കുറച്ച് മാസങ്ങളായപ്പോൾ തന്നെ ഈ ഒരു ഗെയിം കണ്ടുപിടിച്ച ആളെ തന്നെ റഷ്യൻ പോലീസ് കണ്ടുപിടിക്കുകയാണ്. റഷ്യൻ പോലീസിനോട് അദ്ദേഹം പറയുന്നത് അദ്ദേഹം തെറ്റായിട്ട് ഒന്നും ചെയ്തിട്ടില്ല, ഒരു ഗെയിം ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു ഫാക്റ്റായിട്ട് തന്നെ അദ്ദേഹം പറയുന്നത്. ഈ ഒരു ഗെയിം ലൈസൻസ്ഡ് അല്ലെന്നാണ് റഷ്യൻ പോലീസ് അടുത്തായിട്ട് കണ്ടെത്തുന്നത്. ഈ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പ്രത്യേക തന്നെ ഇൻ്റർനെറ്റ് ബ്രൗസിങ് വഴി മാത്രമേ ഈ ഒരു ഗെയിം ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഈവൻ ഇത് മലയാളികൾ ഒറ്റടങ്കം പേര് കളിച്ചിട്ടുള്ളതാണ് മറ്റൊരു ഫാക്റ്റായിട്ട് വീണ്ടും സൈബർ പോലീസ് പറയുന്നത്. 1-2 കുട്ടികൾ മാത്രമല്ല കേരളത്തിൽ കളിച്ച് തുടങ്ങിയിട്ടുള്ളത്. കളിച്ച കുട്ടികൾ പറയുന്നത് ആ ഒരു വൈബിൽ അല്ലെങ്കിൽ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പൊക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഗെയിം മാത്രമാണ് ഈ ബ്ലൂ വെയിൽ എന്ന് പറയുന്നത്. ഈവൻ ഇന്ന് ലോകത്തെമ്പാടും ഒരു ഭീതിയായിട്ട് സൃഷ്ടിച്ച ഈ ഒരു ഗെയിമിൻ്റെ ആ ഒരു ഓണർ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നുള്ളതാണ് മറ്റൊരു ഫാക്റ്റായിട്ടും പറയുന്നത്. ഈവൻ എൻ്റെ ഒരു സമയത്ത് നല്ല രീതിയിൽ തരംഗം ഉണ്ടാക്കിയ ഒരു ഗെയിം തന്നെയായിരുന്നു. അന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും ഈ ഒരു ഗെയിം എന്നെ നല്ല രീതിയിൽ പേടിപ്പിച്ചുള്ള മറ്റൊരു ഫാക്റ്റ് എന്ന് പറയുന്നത്. ഈവൻ ഞാൻ ഫോണിൽ കളിക്കുന്ന ടെമ്പിൾ റണ്ണ് വരെ എൻ്റെ വീട്ടുകാർ കാണുമ്പോൾ പിടിച്ചോ വെക്കുന്ന ഒരു അവസ്ഥയിലോട്ട് ഒരു മൊബൈൽ ഗെയിം എന്ന് പറയുന്ന ആ ഒരു ക്യാഷനായിട്ട് അങ്ങ് മാറിയിട്ടുണ്ടായിരുന്നു. സോ എന്തായിരുന്നാലും ഈ ഒരു ഗെയിമിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓർമ്മ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റിലോട്ട് ചെയ്യാം. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ വേണ്ടി ഉറപ്പായിട്ട് സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കരുത്. സോ ഇതിലും മികച്ച നല്ലൊരു വീഡിയോ ഇരുന്നിരിക്കും. ബൈ.